ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, സ്ലിഹാകാലത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് രൂപം കൊണ്ട തിരുസഭ, ആ സഭയ്ക്കും സഭയുടെ മക്കൾക്കും ഭാവിയിൽ വരാനിരിക്കുന്ന സഹനങ്ങളെക്കുറിച്ചും മർദ്ദനങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചുമൊക്കെ ഒരു വാണിംഗ് തരികയാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സഹനങ്ങൾ ഒരു ക്രൈസ്തവൻ്റെ അവകാശമാണ്. ക്രിസ്തു നമുക്ക് നൽകിയ മാതൃക എന്ന് പറയുന്നത് സഹനത്തിലൂടെ മഹത്വം പ്രാപിക്കുക എന്നുള്ളതാണ്. അവൻ്റെ കുരിശുമരണം തന്നെ ഈ സഹനത്തിലൂടെയുള്ള മഹത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രകടനമായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ ക്രൈസ്തവൻ്റെ അവകാശമായിരിക്കെ സഹനത്തോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമാണ്, അതിനനുസരിച്ചുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ മനോഭാവം എപ്രകാരമാണ് എന്ന് ഒന്ന് ചിന്തിക്കുവാൻ ഇന്നത്തെ സുവിശേഷം നമ്മെ ക്ഷണിക്കുകയാണ്. സഹനങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, സുഖവും സന്തോഷവും ആഹ്ലാദവും മാത്രമുള്ള ഒരു ജീവിതം ലഭിക്കാനായിട്ടാണോ നമ്മളെപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയെങ്കിലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം നമ്മൾ ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹനങ്ങൾക്കിടയിലും കർത്താവിൽ ആശ്രയിക്കാൻ സാധിക്കുമ്പോഴാണ്, സന്തോഷങ്ങൾക്കിടയിലും കർത്താവിൽ ആശ്രയിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ശരിക്കും യഥാർത്ഥമായി തീരുന്നത്. ഒരു നല്ല ചൈതന്യമുള്ള വിശ്വാസമായിട്ട് അത് മാറുന്നു. പൗലോസ്ലീഹ ഇന്നത്തെ ലേഖനത്തിൽ, കൊറിന്തോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സഹനങ്ങളുടെ അവസരങ്ങളിൽ എന്നിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എന്നിലെ ആന്തരിക മനുഷ്യൻ അനുദിനം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെയും വേദനകളുടെയും ഒക്കെ നിമിഷത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം, എൻ്റെ ഉള്ളിലെ, എൻ്റെ ജീവിതത്തിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിക്കുകയാണോ, അതോ എന്നിലെ ആന്തരിക മനുഷ്യൻ ശക്തിപ്പെടുകയാണോ ചെയ്യുന്നത്? ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് എന്നിലെ ബാഹ്യ മനുഷ്യനുള്ള സുഖവും സന്തോഷവും സൗഖ്യവും മാത്രം ലഭിക്കാനാണോ, അതോ എൻ്റെ ആന്തരിക മനുഷ്യൻ, എന്നിലെ ആത്മീയ ചൈതന്യം ശക്തി പ്രാപിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്? അത്തരമൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇന്നത്തെ വായനകൾ നമ്മെ ഒന്ന് പ്രചോദിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിലേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ, സഹനങ്ങളുടെ അവസരത്തിൽ കൂടെയുള്ള ഒരു സിസ്റ്റർ അൽഫോൻസയോട് ചോദിക്കുന്നുണ്ട്, ഈ സഹനങ്ങളുടെയും വേദനകളുടെയും ഒക്കെ ഇടയിൽ നീ എന്താണ് ചെയ്യുന്നത് അൽഫോൻസ എന്ന് ചോദിക്കുമ്പോൾ അൽഫോൻസ പ്രകാരമാണ് പറയുന്നത്: എൻ്റെ സഹനങ്ങൾക്കിടയിൽ, എൻ്റെ വേദനകൾക്കിടയിൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള വിശുദ്ധരുടെ വിശ്വാസ പാരമ്പര്യം കൂടെ കൊണ്ട് നടക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. വിശുദ്ധ അൽഫോൻസയെ പോലെ സഹനങ്ങളുടെ അവസരങ്ങൾ സ്നേഹത്തിൻ്റെ അവസരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാനും തിരിച്ച് ഈശോയെ സ്നേഹിക്കുവാനും നമ്മൾ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിക്കാം. ഇപ്രകാരം സഹനങ്ങളുടെ അവസരങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? അതോ പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് നിരന്തരം ഈശോയുടെ അടുത്തേക്ക് ഓടിയെത്തി എൻ്റെ ഈ സഹനത്തെ മാറ്റിത്തരണമേ, എൻ്റെ വേദനയെ മാറ്റിത്തരണമേ എന്ന് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറുന്നുണ്ട്? ഈ അടുത്ത് മരിച്ച അജ്ന എന്ന ആ പെൺകുട്ടിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. സഹനങ്ങൾക്കിടയിലും രോഗങ്ങൾ അവളുടെ ആരോഗ്യത്തെ അത്രയധികം ക്ഷയിപ്പിച്ചപ്പോഴും, വല്ലാതെ രോഗിയാക്കി തീർത്തപ്പോഴും, വിശുദ്ധ കുർബാനയോടുള്ള ദാഹം വഴിയായിട്ട്, വിശുദ്ധ കുർബാനയോടുള്ള ആഗ്രഹം കൊണ്ട്, എന്നാൽ പരാതികളൊന്നുമില്ലാതെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ആ സഹനങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച അജ്ന നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച വിശുദ്ധയാവേണ്ട ഒരു സ്ത്രീയാണ്. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള അവസരങ്ങളായി മാറട്ടെ. അങ്ങനെ ആകുമ്പോഴാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത് പോലെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന വചനത്തെ അവസാനം വരെ സ്നേഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും എന്ന് മാറ്റി എഴുതുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. സഹിച്ചു നിൽക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് സ്നേഹിച്ചു നിൽക്കുക എന്നുകൂടെ അർത്ഥമുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ട് അവയെ സഹിക്കാനുള്ള, അവയെ മറികടക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ വളർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതുകൊണ്ട് സഹനങ്ങളെ ഈശോയുടെ സ്നേഹം അനുഭവിക്കാനുള്ള അവസരങ്ങളായിട്ട് മാറ്റുവാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോഴാണ് വചനം പറയുന്നത് പോലെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുന്ന വചനത്തെ നമ്മുടെ ജീവിതം കൊണ്ട് അവസാനം വരെ സ്നേഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് മാറ്റി എഴുതുവാൻ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ സ്നേഹിക്കാനുള്ള അവസരങ്ങളായിട്ട് സഹനത്തിൻ്റെ അവസരങ്ങളും മാറട്ടെ. അവസാനം വരെ സ്നേഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.